നമസ്കാരം. ചാനൽ 5+ലേക്ക് സ്വാഗതം. ശിവലിംഗത്തിൽ ഇരിക്കുന്ന തേളിനെ പോലെയാണ് നരേന്ദ്രമോദി. കൈകൊണ്ടെടുത്ത് കളയാനും ചെരുപ്പ് കൊണ്ട് അടിക്കാനും വയ്യ എന്ന ശശി തരൂരിൻ്റെ നിരീക്ഷണം വളരെ പ്രശസ്തമാണ്. 2018 ബാംഗ്ലൂരിൽ വെച്ച് തൻ്റെ പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ എന്ന പുസ്തകത്തിൻ്റെ ലോഞ്ചിങ് പ്രസൻറ്റേഷനിലാണ് തരൂർ ഈ നിരീക്ഷണം നടത്തിയത്. മോദിയെ ഇത്ര കൃത്യമായി നിർവചിച്ച ഒരാൾ ഈ ലോകത്ത് വേറെ കാണില്ല. ഇത് വിവാദമായപ്പോൾ 2012 മുതൽ താൻ കേട്ടുവരുന്ന ഒരു പ്രയോഗം ആവർത്തിച്ചു എന്നേയുള്ളൂ എന്ന് പറഞ്ഞ് തരൂർ അതിനെ നിസ്സാരവൽക്കരിച്ചു. വിവാദം പോയ വഴി കണ്ടിട്ടില്ല. സമാന രീതിയിൽ സ്വന്തം പാർട്ടിയുടെ മൊത്തം സെറ്റപ്പിനെ ആശയക്കുഴപ്പത്തിൽ ആക്കിയ ഒരു തരൂരിയൻ പരാമർശം ഇപ്പോൾ കെട്ടടങ്ങിയ രീതി ഒരു സമസ്യ ആയി മാറിയിരിക്കുന്നു. എങ്ങനെ ആ വിവാദം മാഞ്ഞുപോയി എന്നറിയില്ല. പൊതുവ്യവസായ സംരംഭങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ, അവയുടെ കാര്യത്തിൽ കേരളം മുമ്പിലാണ് എന്ന സംസ്ഥാന സർക്കാരിൻ്റെ വാദത്തെയും മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെയും പ്രകീർത്തിച്ച് അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പിടിച്ചുലച്ചത് കൗതുകമുള്ള ഒരു രാഷ്ട്രീയ കാഴ്ചയായിരുന്നു. ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയുടെ AICC മുതൽ വാർഡ് കമ്മിറ്റി വരെ തരൂരിനെതിരെ വാളെടുത്തു ഉറഞ്ഞു തുള്ളി. തരൂർ പാർട്ടിയിൽ നിന്ന് തെറിച്ചു എന്ന് തന്നെ ഉറച്ചു. അതിപ്പോൾ പക്ഷേ രസകരമായി ഇരിക്കുകയാണ്, അത് തിരിച്ചടിച്ചിരിക്കുകയാണ്. വിവാദം സെറ്റിൽ ആയിരിക്കുന്നു. തരൂരിനെതിരെ ഊരിയ വാളുകൾ ഉറയിലിടാൻ ഹൈക്കമാൻഡ് തന്നെ കീഴോട്ട് ആജ്ഞാപിച്ചു. സെറ്റിൽമെന്റ് നടന്നത് കോൺഗ്രസിന്റെ യഥാർത്ഥ ചീഫ് രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ വെച്ചാണ്. ഔദ്യോഗിക ചീഫ് ഖാർഗെയുടെ നേതൃത്വത്തിൽ അല്ല. കൗതുകകരമായ കാര്യം, AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ അസാന്നിധ്യത്തിൽ രാഹുലും തരൂരും തമ്മിൽ നടന്ന ഡയലോഗിലാണ് സംഗതി സെറ്റിൽ ആയത് എന്നതാണ്. ഏതാനും വർഷങ്ങളായി വേണുഗോപാൽ ഇല്ലാതെ രാഹുൽ ഗാന്ധി ഒരു ഉൾപാർട്ടി ചർച്ചയും നടത്തിയിട്ടില്ല. തന്നോട് എന്തെങ്കിലും സംസാരിക്കാൻ വരുന്നവരോട് ഡിസ്കസ് വിത്ത് KC എന്നാണത്രേ രാഹുൽ ഗാന്ധി പറയാറുള്ളത്. അത്ര പിടുത്തമാണ് രാഹുൽ ഗാന്ധിയിൽ KC വേണുഗോപാലിന്. ശിവലിംഗത്തിൽ കയറിയ തേളാണ് KC എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല, അതിശയോക്തിയുമാവില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പ്രൊപ്രൈറ്റർഷിപ്പുള്ള, ഉടമസ്ഥാവകാശമുള്ള ഗാന്ധി കുടുംബത്തിൻ്റെ വിശ്വസ്തനും ആ നിലയിൽ AICC സംഘടനാ ജനറൽ സെക്രട്ടറിയുമായ വേണുഗോപാലിനെ കൈകൊണ്ടെടുക്കാനും ചെരുപ്പ് കൊണ്ടടിക്കാനും കഴിയാത്ത നിലയിലാണ് രാജ്യത്തെ മൊത്തം കോൺഗ്രസ് പ്രവർത്തകരും. ആ തേളിനെ ഒഴിവാക്കിയാണ് തരൂർ ഇവിടെ ശിവലിംഗത്തെ ദർശിച്ചത്. തരൂർ തേളിനെ ചെരുപ്പ് കൊണ്ടാണോ അടിച്ചത് അതോ കൈകൊണ്ടെടുത്തു കളയുകയായിരുന്നു? എന്തായാലും തരൂർ രാഹുൽ ഡയലോഗിന് ശേഷം KC വലുതായൊന്നും മിണ്ടിയിട്ടില്ല. ഗുലാം നബി ആസാദ്, കപിൽ സിബൽ, ആനന്ദ് ശർമ്മ, മനീഷ് തിവാരി തുടങ്ങിയ കോൺഗ്രസ് അധികായന്മാർ പരാജയപ്പെട്ടിടത്താണ് തരൂർ വിജയിച്ചിരിക്കുന്നത് എന്നോർക്കണം. ഇവർക്കൊക്കെ രാഹുൽ സോണിയാഗാന്ധിമാരെ കാണാൻ സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന അധികാരം ഉപയോഗിച്ച് വേണുഗോപാൽ തടയിട്ടത് അക്കാലത്ത് വലിയ വാർത്തയായിരുന്നല്ലോ. വേണുഗോപാലിൻ്റെ അപ്രമാദിത്വം സ്ഥാപിക്കപ്പെട്ടതോടുകൂടിയാണ് ഇവരെല്ലാം കോൺഗ്രസിന് ഉപേക്ഷിച്ചു പോകേണ്ടി വന്നത്. രാഹുൽ ഗാന്ധിയുമായി ഒരു 1-to-1 ഡയലോഗ് കുറെ കാലമായി ശശി തരൂരും ആഗ്രഹിച്ചിരുന്നത്രേ. ഗാന്ധി കുടുംബത്തെ തൻ്റെ സ്വകാര്യ സ്വത്തായി കണക്കാക്കി പോന്ന KC വേണുഗോപാൽ അതിനുള്ള അവസരം ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് കോൺഗ്രസ് ഉള്ളുകളിൽ അറിയുന്നവർ പറയുന്നത്. KCയുടെ ആ കളി, അതാണ് തരൂർ തകർത്ത് കളഞ്ഞത്. തരൂരിനെ പുറത്താക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്ന കേരളത്തിലെ കോൺഗ്രസുകാർ ഹൈക്കമാൻഡ് തരൂരിനോട് പുറത്തപ്പോൾ ശരിക്കും ഞെട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ തരൂരിൻ്റെ ലേഖനത്തിലെ വിവാദ പരാമർശവും മോദി പ്രശംസയും സാന്ദർഭികമായി കരുതി സാധാരണഗതിയിൽ ഗൗനിക്കപ്പെടാതെ പോകുമായിരുന്നവയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവ പൊതുശ്രദ്ധയിലേക്ക് വലിച്ചിഴച്ചത് ആരാണ്? തരൂർ ഉറച്ച നിലപാട് സ്വീകരിച്ചപ്പോൾ പാർട്ടി നേതൃത്വം പിൻവലിയാൻ കാരണം എന്താവും?
എന്തായിരിക്കണം രാഹുൽ തരൂർ ഡയലോഗിൽ ഉണ്ടായിരിക്കുന്നത്? ഇതാ തരൂർ BJPയിലേക്ക് പോകുകയാണ് എന്ന് പ്രചരിപ്പിച്ചത് ആരാണ്? അവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ ശരീരത്തിൽ കയറിയ തേളിൻ്റെ പ്രശ്നം വരുന്നത്. KC വേണുഗോപാൽ എന്ന ആളുടെ പ്രശ്നം. തനിക്ക് ഭീഷണിയാവുന്നതെല്ലാം തട്ടിയകറ്റുക സ്വഭാവമാക്കിയ KCയുടെ ഓപ്പറേഷനാണ് ശശി തരൂരിനെ വിവാദത്തിൽ ആക്കിയതിന് പിന്നിൽ എന്ന് ചൂണ്ടിക്കാട്ടുന്ന നിരവധി കോൺഗ്രസുകാരുണ്ട്. അവർ അതേസമയം തരൂരിനെ അദ്ദേഹത്തിൻ്റെ വിവാദത്തിൻ്റെ പേരിൽ ന്യായീകരിക്കുന്നുമില്ല. AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി എന്ന നിലയിലുള്ള KCയുടെ അവതാരം രാജ്യത്തെ മുഴുവൻ കോൺഗ്രസുകാരെയും അമ്പരപ്പിച്ച സംഭവമാണ്. കരുണാകരൻ്റെ തണലിൽ രമേശ് ചെന്നിത്തലയുടെ അനുയായിയായി വളർന്നു വന്ന ഈ പയ്യന്നൂർക്കാരൻ ദേശീയ നേതാവായത് ഇവർ രണ്ടുപേരെയും വെട്ടിയാണ്. AK ആന്റണിയാണ് ഇതിന് വേണുഗോപാലിനെ സഹായിച്ചത്. ചെന്നിത്തല ദേശീയ തലത്തിൽ ആളാകരുത് എന്നുള്ള ആന്റണിയുടെ അജണ്ടയാണ് ഇതിൻ്റെ പിന്നിൽ. പിന്നീട് ഇയാൾ എങ്ങനെയോ രാഹുൽ ഗാന്ധിയുടെ ശരീരത്തിൽ ആവാഹിച്ചു. അത് എങ്ങനെ എന്നതിന് ഒരു തെളിവുമില്ല. പല കഥകളുമുണ്ട്. കഴിഞ്ഞ ഹരിയാന തെരഞ്ഞെടുപ്പിൽ KCക്കെതിരെ കാസ്റ്റിംഗ് കൗച്ച് ആരോപണം പോലും ഉയർന്നു വന്നത് ഓർമ്മിക്കുക. KCയുടെ ഭൂതകാലം അറിയുന്നവർ അതൊന്നും തള്ളിക്കളയുന്നില്ല. സരിത കേസിലും KCയുടെ പേര് ഉൾപ്പെട്ടിരുന്നുവല്ലോ. അതൊന്നും പക്ഷേ ഒന്നാം നമ്പർ കോൺഗ്രസ് കുടുംബത്തിന് ഒരു ഗൗരവമുള്ള കേസേ അല്ല. അതായത് ശിവരംഗത്തിൽ വീണ തേൾ തന്നെ എല്ലാവരും അതങ്ങ് സഹിക്കുന്നു. അതേസമയം ലോകത്ത് എവിടെ ചെന്നാലും ഒരു ഹാൾ നിറയെ ആളെ കൂട്ടാൻ കപ്പാസിറ്റിയുള്ള കോൺഗ്രസിലെ ഏക നേതാവ് ഇന്ന് ശശി തരൂർ ആണ്. അപാരമായ ആശയവിനിമയ ശേഷി, അതുല്യമായ വ്യക്തിപ്രഭാവം, വ്യക്തിബന്ധങ്ങൾ, ഇതൊക്കെയുള്ള ആൾ. പക്ഷേ കുറുക്കു വഴികളിലൂടെയും കുൽസിത പ്രവർത്തനങ്ങളിലൂടെയും സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനം സംഘടിപ്പിച്ച് അത് നിലനിർത്തുന്ന KCക്ക് ഇതെല്ലാം ഭീഷണിയാണ് ശശി തരൂർ. G26 എന്ന പേരിൽ ചേരിയുണ്ടാക്കിയ കോൺഗ്രസ് നേതാക്കളെ ഒതുക്കിയ കൂട്ടത്തിൽ ഒതുങ്ങാതെ പോയ ഏക നേതാവാണ് തരൂർ. തൻ്റെ പഴയ തൊഴിലായ ഡിപ്ലോമസി അഥവാ നയതന്ത്രം പ്രയോഗിച്ച് അദ്ദേഹം പിടിച്ചു നിന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് എന്നിട്ട് ലോകത്തെ ഞെട്ടിച്ചു. എന്നിട്ടും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇപ്പോഴാകട്ടെ KC വേണുഗോപാലിൻ്റെ ഗുപ്തമോഹങ്ങൾക്കുമേൽ ഒരു കരിനിഴൽ ആയി ശശി തരൂർ വളരുന്നു. ഏതെങ്കിലും തരത്തിൽ കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ ശശി തരൂർ വന്നാലോ എന്നുള്ളതാവാം പ്രശ്നം. ബാലിശമെന്ന് തോന്നാം, പക്ഷേ ഇങ്ങനെയും ഒരു ആങ്കിളുണ്ട്. വെളുക്കാൻ വെച്ചത് പക്ഷേ പണ്ടായി. തരൂർ രാഹുൽ ഡീൽ എന്താണ് എന്ന് അറിഞ്ഞാൽ മാത്രമേ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അറിയാനാവുകയുള്ളൂ. ഒരു കാര്യം വ്യക്തമാണ്, ഈ ഡയലോഗിൻ്റെ വക്താവായി KC വേണുഗോപാൽ രംഗത്ത് അവതരിച്ചിട്ടില്ല. ഒരു സ്പേസ് വേണുഗോപാലിന് കിട്ടിയിട്ടില്ല. അപ്പോൾ അറിയേണ്ടത് ശശി തരൂർ ഈ തേളിനെ എടുത്തു മാറ്റിയത് കൈകൊണ്ടടിച്ചാണോ അതോ ചെരുപ്പ് കൊണ്ട് ആണോ? അതെന്താണെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കാണാം. നന്ദി.